Hi everyone, welcome to our 8th session of orientation, which is Future Blueprint Career Planning and Skill Development. സോ നമ്മൾ ഈ പറയുന്ന 7th സെഷൻ വരെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്ട് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്നൊക്കെയുള്ള കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ BSW പഠിച്ച ആളുകളും അതേപോലെ തന്നെ MSW പഠിച്ച ആളുകളും ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സെഷനാണ് ഈ പറഞ്ഞ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ആൻഡ് ഓൾസോ എന്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള മുബീന മാമിനെയും അതേപോലെ എന്റെ രാഗി മാമിനെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഉള്ളത് നാഫിദ് സർ ആണ്. സോ സാറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ മുഹമ്മദ് നാഫിദ് is a teacher and social work professional with a strong educational background and extensive experience in humanitarian and developmental sectors. He holds a PhD in social work, specializing in disaster risk reduction and volunteerism of Kerala youth from Pondicherry Central University, a master's degree in social work from Delhi School of Social Work, University of Delhi, a BA Honours in Geography from Delhi University, and a BEd in Social Sciences from MG University, Kerala. Professionally, he has served as a project coordinator for the Adventist Developmental and Relief Agency, ADRA, managing multiple humanitarian projects under the INGO's Consortium for the European Union Civil Protection and Humanitarian Aid. He also has experience as an assistant professor in colleges affiliated with Calicut University. Nafid's research interests include disaster management, youth women empowerment, crisis management, humanitarian interventions, and sustainable development. And currently he is preparing for UPSC Civil Service Examination. So ഞാൻ എത്രയും ബഹുമാനത്തോടു കൂടി ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സർ ആയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് നാഫിദ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സർ, ഓവർ ടു യു. ഓക്കെ, ഹായ് എവ്രി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സെഷൻ എന്നെ വിളിച്ച ലേൺ വൈസിന് അതായിട്ട് നന്ദി പറയുകയാണ്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം സോഷ്യൽ വർക്ക് വളരെ എമർജിങ് ആയിട്ടുള്ള, എല്ലാവരും ഇപ്പം ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ പലർക്കും ധാരണ ഇല്ലാത്ത ഒരു ഫീൽഡാണ്. പലർക്കും എന്താണ് ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കരിയർ, ഇതിന്റെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് എന്തൊക്കെയാന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ എല്ലാവരും നമ്മളെ കൺവെൻഷനലി നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോരുന്ന കുറെ ഫീൽഡുകളിലേക്കാണ് MSW കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ BSW കഴിഞ്ഞിട്ടോ പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബെറ്റർ കരിയർ ബിൽഡ് ചെയ്യാനും അതേപോലെ അവർ എത്തേണ്ടടുത്ത് എത്തിപ്പെടാനൊന്നും പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള സെഷൻസ് വളരെയധികം കുട്ടികൾക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്. അപ്പം അത്തരത്തില് കൺവെൻഷനലി അല്ലാതെ നമുക്ക് പോകാൻ പറ്റാവുന്ന ചില കരിയർ പെർസ്പെക്റ്റീവ്സ് ആണ്, ചില കരിയർ ഫീൽഡുകളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സോഷ്യൽ വർക്ക് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്കറിയാം ബാക്കി ഏത് സോഷ്യൽ സയൻസ് സബ്ജക്ട് എടുത്താലും അതിൽ റിസർച്ചും ടീച്ചിങ്ങും അല്ലാത്ത പ്രത്യേകിച്ച് അതിന്റെ ഒരു കരിയർ ഇംപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല. അതായത് ഇപ്പം MA സോഷ്യോളജിയോ അല്ലെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസോ MA എക്കണോമിക്സ് ഒക്കെ പഠിച്ച ഒരാൾക്ക് ഒന്നുകിൽ ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പോകാറുള്ളത്. പക്ഷെ സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, സോഷ്യൽ വർക്കിന്റെ ഒരു 20% മാത്രമേ ടീച്ചിങ്ങും റിസർച്ചും വരുന്നുള്ളൂ എന്നുള്ളതാണ്. ബാക്കി 80% ഫീൽഡുകളും വളരെ ഡൈവേഴ്സ് ആണ്, ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഹയർ സ്റ്റഡീസ് പാത്വേസ് എന്തൊക്കെയാന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പം BSW MSW കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം നമുക്ക് മുമ്പിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടുള്ള ഓപ്ഷനാണ് ഒന്ന് PhD അല്ലെങ്കിൽ MPhil എന്ന് പറയുന്ന റിസർച്ച് ഓപ്ഷൻ എന്നുള്ളത്. നമുക്കറിയാം UGC നെറ്റും JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ചിന് അഡ്മിഷൻ എടുക്കാം. അത് PhD ആവാം, MPhil ആവാം. MPhil വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേ ഇപ്പോൾ ഉള്ളൂ. നമുക്കറിയാം MPhil പല സബ്ജക്റ്റുകളിലെയും MPhil എടുത്തൊഴിവാക്കിയപ്പോഴും നമുക്കറിയാം സോഷ്യൽ വർക്കിൽ MPhil ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ MPhil ഇൻ സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഈ ക്ലിനിക്കുകളോ അല്ലെങ്കിൽ
ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള സാധനമാണ് എംഫിൽ. എംഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്ക്. ഈ രണ്ട് എംഫിലിന് മാത്രമേ നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പം ലീഗൽ വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാ എംഫിലുകളും നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഭാഗമായിട്ട് എടുത്ത് ഒഴിവാക്കിയപ്പോഴും ഈ രണ്ട് എംഫിലുകൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അപ്പം എംഫിൽ നമുക്കൊരു ഒരു ഓപ്ഷനാണ്, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ PhD. അപ്പം PhDക്ക് നമുക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് UGC JRF. അതേപോലെ NFOBC ഉണ്ട്, NFSC ഉണ്ട്, അതേപോലെ MANF എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫെലോഷിപ്പുകളോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. UGC നെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. UGC നെറ്റും അതിന്റെ കൂടെ JRF ഒക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ചെയ്യാം. ഇനി പ്രധാനപ്പെട്ട കരിയർ പാത്തുകൾ ഏതൊക്കെ സെക്ടറിലാണ് നോക്കാം. ഈ സെക്ടറുകളിൽ തന്നെ ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട്. പ്രധാനപ്പെട്ട സെക്ടറാണ് ഗവൺമെന്റ് സെക്ടറിൽ. ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് മിനിസ്ട്രീസിന്റെ അണ്ടറിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, സെൻട്രൽ ഗവൺമെന്റ് ആവാം. അതിൽ മെയിൻലി വരുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, അർബൻ ഡിപ്പാർട്ട്മെന്റുകൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ, അതേപോലെ വുമൻ റിലേറ്റഡ് പ്രൊജക്ടുകൾ, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ പലപ്പോഴും പ്രൊജക്ട് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ MSW ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പം ആ ഒരു സെക്ടറിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ഒരു മേജർ മേഖലയാണ് NGOസും അതേപോലെ നോൺ പ്രോഫിറ്റുകളും. നമുക്കറിയാം ഗവൺമെന്റിനെ കൊണ്ട് എപ്പോഴും എല്ലാം ചെയ്യാനും അത് ഫുൾഫിൽ ചെയ്യാനും പറ്റില്ല. കാരണം ഇന്ത്യ പോലുള്ള കൺട്രിയിൽ ഓൾമോസ്റ്റ് 140 crore പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ എല്ലാവരുടെയും നീഡ് ഫുൾഫിൽ ചെയ്യുക, എല്ലാ ഡെവലപ്മെന്റ് പ്രൊജക്ട്സും ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള നോൺ പ്രോഫിറ്റുകളെ, പ്രൈവറ്റ് എന്റർപ്രൈസസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏകദേശം 5 ലക്ഷത്തോളം NGOs വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏത് നാട്ടുപുറത്ത് പോയാലും നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, അല്ലെ? ചിലപ്പോൾ അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിരിക്കാം, ചിലപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻ ആയിരിക്കാം, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നോൺ പ്രോഫിറ്റുകളിൽ NGOസിൽ ഒരുപാട് ഒഴിവുകൾ ഈ പറയുന്ന സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടാവാറുണ്ട്. മെയിൻലി പ്രൊജക്ട് മാനേജ്മെന്റ് തന്നെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യൽ, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, റോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൽ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവാം, അതേപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിരിക്കാം, റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കാം, ട്രൈബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിലും MSW കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് സാധ്യതകൾ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫീൽഡാണ് ഹെൽത്ത് കെയർ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്കറിയാം ഹെൽത്ത് കെയർ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫീൽഡാണ്. അതിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഡോക്ടേഴ്സിന് ഡീൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിലുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. അതായത് ഈ പറയുന്ന രോഗികളുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ഡോക്ടേഴ്സിന് കഴിയാറില്ല എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഹോസ്പിറ്റലിനും അതേപോലെ രോഗിക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് പലപ്പോഴും മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റേഷൻ, എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ പലപ്പോഴും ഈ രോഗിയെ എന്താ പറയാ, ഈ രോഗിക്ക് ഒരു വേണ്ട റിലീഫ് കൊടുക്കാനും ഈ രോഗിയെ മാനസികമായി സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുള്ളത് സോഷ്യൽ വർക്കേഴ്സിനെ ആയിരിക്കും. അതേപോലെ തന്നെ സിമിലർ ഫീൽഡാണ് മെന്റൽ ഹെൽത്ത് ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ. മെന്റൽ ഹെൽത്ത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ക്ലിനിക്കുകളിലും അതല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലൊക്കെ ഈ രോഗികളുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ എപ്പോഴും സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം സൈക്കോളജിസ്റ്റുകളെക്കാളും കൂടുതൽ ഈ പറയുന്ന ഇവരുടെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് സോഷ്യൽ വർക്കേഴ്സിനെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ അവരുടെ ഒരു റൈവലായിട്ടാണ് സോഷ്യൽ വർക്കേഴ്സിനെ കാണാറുള്ളത്. അപ്പം ഈ ഒരു ഫീൽഡ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്കറിയാം, നിങ്ങൾ പലപ്പോഴും
സ്പെഷ്യലൈസേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൽ പലപ്പോഴും നമ്മൾ ഇന്ത്യയിലെ പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കുന്ന സ്പെഷ്യലൈസേഷൻ ആണ് എന്ത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫീൽഡിലേക്ക് പോകാൻ പറ്റും. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് CSR വിങ്ങുകളെ കുറിച്ച് അറിയാം? CSR എന്ന് കേട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു CSR വിങ്ങിന്റെ പേരൊന്നുണ്ടായി. അതായത് 500 crore ടേൺ ഓവർ ഉള്ള കമ്പനീസ് ഉണ്ടാവും, അതിന് മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനീസ്, അതായത് ബിഗ് കമ്പനീസ്. ഈ ബിഗ് കമ്പനീസിന്റെ 2-3% പ്രോഫിറ്റ് സോഷ്യൽ സെക്ടറിലേക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ നിയമമാണ്, നമ്മുടെ ഇന്ത്യയിലെ നിയമമാണ്. ഉദാഹരണത്തിന് ടാറ്റ വലിയ കമ്പനിയാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ വിപ്രോ, അതല്ലെങ്കിൽ റിലയൻസ്, അപ്പോളോ, അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ഉണ്ടല്ലോ. ഈ കമ്പനീസ് ഒക്കെ അവരുടെ പ്രോഫിറ്റിന്റെ 2-3% എങ്ങനെയായാലും സോഷ്യൽ സെക്ടറിലേക്ക് വിനിയോഗിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന വിങ്ങുകൾക്ക് പറയുന്ന പേരാണ് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിങ് എന്ന് പറഞ്ഞാൽ CSR വിങ്ങുകൾ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ പ്രോഫിറ്റിന്റെ കൃത്യമായിട്ട് വലിയ എമൗണ്ട് ആയിരിക്കും, കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഒരുപാട് പ്രൊജക്ടുകൾ, ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായിരിക്കാം, ഡെവലപ്മെന്റ് സെക്ടറിലായിരിക്കാം, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം, സാനിറ്റേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഹൗസിംഗ് ആയിരിക്കാം, ഇതുമായി റിലേറ്റ് ചെയ്തുള്ള പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷനിൽ അവരെ സഹായിക്കുന്ന പ്രധാന പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറെ ഫീൽഡുകളിലും സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് സ്കോപ്പുകളുണ്ട്. കേൾക്കുന്നില്ലേ? സൗണ്ട് മ്യൂട്ടായിട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഒന്ന് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യും ഇപ്പം. ഓക്കെ, അപ്പം CSR വിങ്ങുകളാണ് പ്രധാനപ്പെട്ട ഒരു ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കുക കേട്ടോ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ഓരോ ഫീൽഡുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ജസ്റ്റ് ഒരു ഓവർവ്യൂ തന്നതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് വൺ അക്കാഡമി ആൻഡ് റിസർച്ച് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടീച്ചിങ്ങും അതേപോലെ PhD ഓപ്പർച്യൂണിറ്റീസും ഒക്കെ. ടീച്ചിങ് എന്ന് പറയുമ്പോൾ സ്കൂൾ ലെവലിലാണ്. സ്കൂൾ ലെവലിൽ MSW കഴിഞ്ഞവർക്ക് B.Ed കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. കേരള PSCന്റെ HSST എക്സാം എഴുതാം. ഞാൻ അതിന്റെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ്. അത് നല്ലൊരു പോസ്റ്റാണ്, കേരള PSCയുടെ HSST. ഓക്കെ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ. B.Ed കൂടെ വേണം. MSW, B.Ed, നെറ്റ് ഓർ സെറ്റ്, ഇതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, PhD കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ മാർക്ക് എല്ലാം ഉണ്ടാവും. അപ്പം അത് ഇനി 2028 അടുത്ത നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ കോഴ്സൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ശ്രമിക്കാം. ഓക്കെ, ദെൻ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളും കാര്യങ്ങളും സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് സാധ്യത വരുന്ന ഒരു മേഖലയാണ്. അതായത് കുറെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും അവർ റിസർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഒന്നുകൂടെ പ്രാക്ടിക്കൽ സെൻസിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ആളുകളാണ് സോഷ്യൽ വർക്കേഴ്സ്. അപ്പോൾ ആ ഒരു ഫീൽഡിലും ഒരുപാട് ഒഴിവുകളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ NGOs പറഞ്ഞല്ലോ. അപ്പൊ ഈ NGOs പലപ്പോഴും നാഷണൽ ലെവലിലോ ലോക്കൽ ലെവലിലോ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. പക്ഷെ ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് നമ്മൾ പറയുന്ന പേര് INGOs എന്നാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്നാണ്. അത് ചിലപ്പോൾ UN-ന്റെ കീഴിലുള്ള ഏജൻസീസ് ആവാം. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും WHO നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതേപോലെ UNESCO കേട്ടിട്ടുണ്ടാവും, UNICEF കേട്ടിട്ടുണ്ടാവും, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് കേട്ടിട്ടുണ്ടാവും, അതേപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 30ഓളം ഏജൻസീസ് UN-ന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതേപോലെ UNHCR നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റെഫ്യൂജി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കയറാവുന്നതാണ്. അതായത് ഓൾറെഡി NGOs-ലും അതല്ലെങ്കിൽ മറ്റുള്ള മേഖലകളൊക്കെ വർക്ക് ചെയ്ത് അത്യാവശ്യം എക്സ്പെർട്ടൈസ് നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഏജൻസിയിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുക. അപ്പം ഇത് ഭയങ്കര സാലറി തരുന്ന ഒരു ഫീൽഡാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സാലറി തരുന്ന നല്ല പോസ്റ്റുകളാണ് UN ഏജൻസീസിലുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ. ഓക്കെ, അതേപോലെ അത് കൂടാതെ നോൺ UN ഓർഗനൈസേഷൻസും ഒരുപാടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓക്സ്ഫാം കേട്ടിട്ടുണ്ടാവും, ആക്ഷൻ എയ്ഡ്, വേൾഡ് വിഷൻ, അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നെയിമുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. സേവ് ദ ചിൽഡ്രൻ, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇതൊക്കെ തലത്തിൽ വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ 1-2 രാജ്യങ്ങളിൽ മാത്രമായിരിക്കില്ല അവർ വർക്ക് ചെയ്യുന്നത്.
അവരുടെ ഒരു നെറ്റ്വർക്ക് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. ഓൾമോസ്റ്റ് നൂറിൽ പരം രാജ്യങ്ങളിൽ അവരുടെ നെറ്റ്വർക്ക് എങ്ങനെയാലും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്തത് അഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷനിലായിരുന്നു. അഡ്വന്റിസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് റിലീഫ് ഏജൻസി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഞങ്ങളുടെ കൺസോഷ്യത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ആയിരുന്നു കാരിത്താസ് എന്ന് പറഞ്ഞിട്ട്, IGSS, ക്രിസ്ത്യൻ എയ്ഡ്, ഇസ്ലാമിക് റിലീഫ്, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ്ങോട് കൂടിയുള്ള പ്രൊജക്ടുകളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ലിസ്റ്റുകൾ കണ്ടുപിടിക്കുക. അതേപോലെ ഇതിന്റെ വെബ്സൈറ്റ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് ഞാൻ അയച്ചു തരുന്നുണ്ട്. ആ ഓർഗനൈസേഷൻസിന്റെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക. ആ വെബ്സൈറ്റുകളിലൊക്കെ ഒരുപാട് വേക്കൻസീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ നല്ല CV ഉണ്ടാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓർഗനൈസേഷൻസിന്റെ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അവരുടെ ലിങ്ക്ഡിൻ പേജുകൾ ഫോളോ ചെയ്യുക. അതേപോലെ സ്ഥിരമായിട്ട് അവരുടെ വെബ്സൈറ്റുകളിൽ അവരുടെ വേക്കൻസീസ് എല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ, ഇനി ടീച്ചിങ് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് സ്കൂൾ ടീച്ചിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ B.Ed.ഉം MSWയും നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സോഷ്യൽ വർക്ക് പഠിപ്പിക്കാം. വളരെ കുറച്ച് പോസ്റ്റുകളേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു കേരളത്തിലൊട്ടാകെ ഒരു 70-80 പോസ്റ്റുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവര് റിട്ടയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് റിക്രൂട്ട്മെന്റ് വരാറുള്ളത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പഠിക്കാതെ പോയിട്ടാണ് PSC എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് 7th റാങ്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ പഠിച്ചിട്ട് കുറച്ചെങ്കിലും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല റാങ്ക് കിട്ടുമായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ വെക്കുക. നിങ്ങൾ MSW കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഒരു B.Ed കൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പം PG ഉള്ളവർക്ക് ഒരു 1 year ആയിട്ട് B.Ed ചുരുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെയും കേട്ടോ? അത് ഈ വർഷം മുതൽ PG ഉള്ളവർക്ക് B.Ed 2 year പകരം 1 year ആയിട്ട് ചുരുക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഉറപ്പില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഒരു വർഷം കൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, B.Ed കൂടെ ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റും സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂളിലും പഠിപ്പിക്കാം. ഓക്കെ, ഡിഗ്രി സബ്ജക്ട് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ എക്കണോമിക്സോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ B.Edന്റെയും MSWന്റെയും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് HSA സോഷ്യൽ സയൻസ് എക്സാം എഴുതാം കേരള PSCയുടെ. ഓക്കെ, അതും അത്യാവശ്യം നല്ല പോസ്റ്റാണ്. പിന്നെ കോളേജ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ MSWന്റെ കൂടെ നിങ്ങൾക്ക് UGC നെറ്റും JRFും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിട്ട് കയറാം. UGC നെറ്റ്, MSW, UGC നെറ്റ്, അതേപോലെ JRF ഉണ്ടെങ്കിൽ നല്ലത്, അതേപോലെ PhDയും. ഈ 4 ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കയറാം. അതിൽ UGC നെറ്റ് നിർബന്ധമാണ്, JRF ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ PhDയും പ്രിഫേർഡ് ആണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്, ഒരു PhD കാൻഡിഡേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ PhD കാൻഡിഡേറ്റിനായിരിക്കും പ്രിഫറൻസ് പോവുക. ഒബ്വിയസ്ലി MSW കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെറ്റും JRF ക്വാളിഫൈ ചെയ്യുക. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്താൽ മതി. ഇത് നമ്മൾ ടച്ച് വിടാതിരുന്നാൽ മതി. അക്കാഡമിക്സ് ആയിട്ടുള്ള ടച്ച് വിടാതിരിക്കുക. കണ്ടിന്യൂസ്ലി നെറ്റ് എക്സാം ഒക്കെ എഴുതുക. എന്നിട്ട് എവിടെയെങ്കിലും PhD ഒക്കെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് നല്ല എമൗണ്ട് ഓഫ് ഫെലോഷിപ്പ് ഉണ്ട് ഇപ്പോൾ. ഓൾമോസ്റ്റ് 5 yearsന് 30 lakhോളം ഫിനാൻഷ്യൽ എയ്ഡ് JRFലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ പ്രൈവറ്റ് കോച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ ടെക്നോളജി ആണ്. ഈ പറയുന്ന സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്ത് ചെയ്യാം, കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതും MSWക്കാർക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പഠിക്കുന്ന UPSC സിലബസിൽ വരുന്ന പ്രധാന ഒരു ഭാഗമാണ് സോഷ്യൽ ജസ്റ്റിസും അതേപോലെ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ. അപ്പൊ ഇന്ത്യൻ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാനും അതിനെക്കുറിച്ച് എന്താ പറയാ കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ്സ് കൊടുക്കാനും സോഷ്യൽ വർക്കേഴ്സിന് കൂടുതലായിട്ട് പറ്റും. കാരണം അവർ ഈ പറയുന്ന 2 year കോഴ്സ് പീരീഡിൽ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കോസസും അതിന്റെ സൊല്യൂഷൻസും എല്ലാം പഠിക്കുന്നുണ്ട്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ MSWക്കാർക്ക് പറ്റും. ഓക്കെ, ദെൻ അക്കാഡമിക്സിലെ പ്രധാന പോസ്റ്റുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് യൂണിവേഴ്സിറ്റി ലെവലിൽ ലെക്ചറർ ആണ്, അതേപോലെ റിസർച്ച് ഫെലോ, പിന്നെ പോളിസി റിസർച്ചർ, തിങ്ക് ടാങ്ക് അനലിസ്റ്റ്. നമ്മളറിയാം പല പോളിസികളും ചേഞ്ച് ചെയ്യൽ പല ഒരുപാട് ബുദ്ധിജീവികളുടെ ഒരുപാട് കൂട്ടങ്ങളാണ്.
ആ കൂട്ടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സ്പെർട്ടൈസ് അതിന് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗമാവാൻ പറ്റും. അതേപോലെ ഒരുപാട് പോളിസി ചേഞ്ചുകൾക്ക് നമ്മളുടെ തോട്ട്സും നമ്മളുടെ ആക്ഷൻസും ഒക്കെ കാരണമാവാനും ചാൻസ് ഉണ്ട്. അതേപോലെ ടീച്ചിങ് നേരത്തെ പറഞ്ഞു, ഹയർ സെക്കൻഡറി ലെവലിൽ അതല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിൽ. അതേപോലെ സ്കൂൾ ലെവലിൽ നമുക്ക് കൗൺസിലർ ആയിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. അതും സ്കൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ്. ഇനി ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ റോൾസ് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒന്ന്, ഗവൺമെന്റ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള പോസ്റ്റുകളാണ്. അത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ആവാം, അതല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആവാം, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ആവാം, അഗ്രികൾച്ചർ മിനിസ്ട്രി ഒക്കെ ആവാം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും. അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് ഫണ്ട് അലോക്കേഷൻ ഉണ്ട്. അപ്പം ഈ ഫണ്ടുകളൊക്കെ പലപ്പോഴും ലാപ്സായി പോവാറാണ് പതിവ്. അപ്പം ഇങ്ങനെയുള്ള പ്രൊജക്ടുകളിലൊക്കെ അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യല് എപ്പോഴും MSWക്കാരെയാണ്. ആ MSWക്കാർ കൂടുതലായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടും കൃത്യമായിട്ട് ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് പോവാത്ത രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ വർക്കേഴ്സിനെ ഇതിനെ പ്രിഫർ ചെയ്യാറുള്ളത്. നമുക്കറിയാം ഇങ്ങനെയുള്ള എന്ത് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും അതിന്റെ ക്വാളിഫിക്കേഷനിൽ അവർ സ്പെസിഫിക്കലി ചോദിക്കുന്ന ഒരു കാര്യമാണ് MSW എന്നുള്ളത്. MSW സോഷ്യോളജി ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പം പ്രധാനമായിട്ടും MSW ഉള്ളവരെ ഇതിൽ പ്രിഫർ ചെയ്യപ്പെടും. ഓക്കെ, ഇതിൽ പ്രധാന പൊസിഷൻസ് വരുന്നത് ഡിസ്ട്രിക്ട് സോഷ്യൽ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതേപോലെ ജയിൽ പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്, പ്രൊബേഷൻ ഓഫീസർ ഇൻ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേപോലെ ജയിലുകളിൽ ഈ പറയുന്ന പ്രിസണേഴ്സിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കേസ് വർക്കേഴ്സ് ഉണ്ടാവും. ജുവനൈൽ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് വർക്കേഴ്സ്, അതേപോലെ വുമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അട്രോസിറ്റീസിലൊക്കെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനുള്ള കേസ് വർക്കേഴ്സ്, അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ UPSC ആൻഡ് സ്റ്റേറ്റ് PSC ആണ് സോഷ്യൽ വർക്ക് ഇൻ സിവിൽ സർവീസസ്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ്. ഈ പറയുന്ന സിവിൽ സർവീസുകളൊക്കെ ഇപ്പം UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ MSWക്കാരൊക്കെ അതിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. പക്ഷെ ഈ UPSCന്റെ മെയിൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന MSWക്കാരന് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഡൈവേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് സംസാരിക്കാനും അതിൽ ചേഞ്ചസ് ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസസ് ആണെങ്കിലും സെൻട്രൽ സിവിൽ സർവീസസ് ആണെങ്കിലും ഇതിലൊക്കെ കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഗവേണൻസിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലോ ഒക്കെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ അതൊക്കെ പ്രിഫർ ചെയ്യാവും. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഗവൺമെന്റ് സെക്ടറിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇതൊക്കെയാണ്. ദെൻ നോൺ പ്രോഫിറ്റിൽ NGOസിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പൊസിഷൻസ് ഇതൊക്കെയാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ടാവാം, പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ടാവാം, പ്രൊജക്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഫീൽഡ് കോർഡിനേറ്റേഴ്സ് ഉണ്ടാവാം, ദെൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ നിങ്ങൾ കുടുംബശ്രീന്റെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക എല്ലാവരും. ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും കുടുംബശ്രീന്റെ വെബ്സൈറ്റ് തുറന്നു നോക്കാം. അപ്പൊ അതിൽ ഈ പറയുന്ന ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ കുറെ പോസ്റ്റുകൾ ഇപ്പോൾ വിളിക്കാറുണ്ട്. MSW ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. കുടുംബശ്രീ വളരെ സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്ക് നാട്ടിൽ തന്നെയാണ് ഒരു നല്ലൊരു കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് കുടുംബശ്രീ. ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത്. ഓക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസറും പഞ്ചായത്തുകൾക്ക് കീഴിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബശ്രീ പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ കീഴിലൊക്കെ അതത് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനുകളിൽ അവിടുത്തെ സ്ഥലത്തെ ആളുകളെ ഓർഗനൈസ് ചെയ്യാനും അവരെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ എന്നുള്ളത്. അപ്പൊ അതും ഒരു നല്ലൊരു സ്കോപ്പാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആരെങ്കിലും കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? കുടുംബശ്രീ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കുടുംബശ്രീയാണ് ഏറ്റവും സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന കേരളത്തിലെ ഒരു ഓർഗനൈസേഷൻ. അപ്പൊ എല്ലാവരും ഇന്ന് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന്റെ വാക്കൻസീസ് എല്ലാം നോക്കുക. അതേപോലെ അതിൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക, വെറുതെ ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ സാലറി സ്കെയിൽ എത്രയും നോക്കുക. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാവും കുടുംബശ്രീയുടെ പല പോസ്റ്റുകളിലും. ഓക്കെ, അതിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ,
പിന്നെ ഓൾറെഡി കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു NGOസും അതേപോലെ ഡെവലപ്മെന്റ് സെക്ടർ. എന്താ ഡെവലപ്മെന്റ് സെക്ടർ? ആരെങ്കിലും ടൈപ്പ് ചെയ്യോ? വാട്ട് ഈസ് ഡെവലപ്മെന്റ് സെക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞു INGOs എന്ന് പറഞ്ഞു അല്ലെ, അവർ വർക്ക് ചെയ്യുന്നത് ഡെവലപ്മെന്റ് സെക്ടറിലാണെന്നും പറഞ്ഞു പല INGOസും. എന്താണ് ഡെവലപ്മെന്റ് സെക്ടർ? അറിയുന്ന പറഞ്ഞോ, തെറ്റിയാലും പ്രശ്നമല്ല. ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ ഏതായാലും പറയാം. ഡെവലപ്മെന്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഹൗസിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ സാനിറ്റേഷൻ ഹൈജീൻ റിലേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം, ഹെൽത്ത് ആയിരിക്കാം. അപ്പം ഏതൊരു ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെയും അതിനെ അതിനെ എന്താ പറയുക, സിസ്റ്റമാറ്റിക്കലി അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻസ് INGOs സിസ്റ്റമാറ്റിക്കലി ഒരുപാട് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസ് നമ്മളെ ലോകത്തുണ്ട് അല്ലെ. നമുക്കറിയാം, പലസ്തീൻ എടുക്കാം, ഉദാഹരണത്തിന് പലസ്തീൻ എടുക്കാം, അതല്ലെങ്കിൽ ഇപ്പം ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന സുഡാൻ എടുക്കാം, അതല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യമൻ, അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, പഴയ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അവിടെ സ്കൂളുകൾ ഉണ്ടാവില്ല, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവില്ല, ഈ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസം കൃത്യമായി നടക്കുന്നുണ്ടാവില്ല. ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്ത് പ്രൊവൈഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവില്ല. ജനങ്ങളുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഒക്കെ വളരെ മോശമായിരിക്കും. അതേപോലെ അവർക്ക് കൃത്യമായിട്ട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ കിട്ടുന്നുണ്ടാവില്ല, വാട്ടർ സാനിറ്റേഷൻ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിലും അവിടുത്തെ ഗവൺമെന്റിന് പെട്ടെന്ന് പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ഒരുപാട് INGOs ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ അവരുടെ രാജ്യത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ അഫ്ഗാനോ അല്ലെങ്കിൽ യമനോ തന്നെ, യമനും അഫ്ഗാനും ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വെസ്റ്റേൺ കൺട്രീസ് എന്നുള്ള ഈ പറയുന്ന INGOസിനെ അവരെന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് വർക്ക് ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് ഫണ്ടിങ് ആ രാജ്യങ്ങളിലേക്ക് വരും, ഒരുപാട് പ്രൊജക്ടുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് സെക്ടർ എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ ഡെവലപ്മെന്റ് സെക്ടറിലെ നിങ്ങൾക്ക് വേണ്ട വാക്കൻസീസ് പോസ്റ്റ് ചെയ്യപ്പെടുന്ന, നിങ്ങൾക്ക് ഈ ഡെവലപ്മെന്റ് സെക്ടറിലെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 2 വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് devnet.org എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ആണ്. devnet, DEVNET, devnet. ഓക്കെ, devnet.org. അതേപോലെ റിലീഫ് വെബ്, RELIEFWEB, റിലീഫ് വെബ്. ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഡെവലപ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ INGOസിന്റെയും വാക്കൻസീസും അവരുടെ പ്രവർത്തന റിപ്പോർട്ടുകളും അവർ വർക്ക് ചെയ്യുന്ന ഫീൽഡുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ ക്ലാസ്സിന് ശേഷം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ പ്രൊജക്ടുകളിൽ പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ പ്രൊജക്ട് ഓഫീസർ, പ്രൊജക്ട് കോർഡിനേറ്റർ, ഫീൽഡ് കോർഡിനേറ്റർ, അതല്ലെങ്കിൽ കൺട്രി ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ള സ്കില്ലും അതിനനുസരിച്ചുള്ള കോണ്ടാക്ട്സും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം നമുക്ക് വേണം. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം നമ്മൾ സ്കില്ലുകളെല്ലാം ഉണ്ടാക്കുക നമ്മളുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വാക്കൻസീസിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് ഡെവ്നെറ്റ് ആണ്. സെക്കൻഡ് വൺ റിലീഫ് വെബ്. പിന്നെ UN-ന്റെ വെബ്സൈറ്റുകളിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് UN-ൽ വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇപ്പൊ ചെയ്യാവുന്നതാണ്. ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കിട്ടാൻ UN-ൽ കുറച്ച് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആവശ്യമാണ്, എന്നാൽ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് വോളണ്ടിയർഷിപ്പ് ഒക്കെ ചെയ്യാവുന്നതാണ്. UN-ന്റെ വോളണ്ടിയർഷിപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എക്സ്പെർട്ടൈസ് ഒക്കെ വരും. അവർ പിന്നെ പെർമനന്റ് ആയിട്ടുള്ള ഫുൾ ടൈം എംപ്ലോയ്മെന്റിനൊക്കെ അവർ അങ്ങനെയുള്ള വോളണ്ടിയർഷിപ്പ് ചെയ്ത് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ UN റിലേറ്റഡ് ആയിട്ടുള്ള വോളണ്ടിയർ വാക്കൻസീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ UN ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. UN ഇൻസ്പയർ. UN ജോബ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റും ഉണ്ട്, UN ഇൻസ്പയർ ഉണ്ട്. ഈ UN ഇൻസ്പയറിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുക, ഇടയ്ക്കൊക്കെ അതിൽ ലോഗിൻ ചെയ്ത് നോക്കുക. ഒരുപാട് കൺട്രീസിൽ ഒരുപാട് വാക്കൻസീസ് നിങ്ങൾക്ക് കാണാം. അതിലൊക്കെ വോളണ്ടിയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്.
അപ്പൊ നിങ്ങൾ ഈ കോഴ്സിന്റെ ഇടയിലൊക്കെ ചെയ്യാനുള്ള ചെറിയ ഇന്റേൺഷിപ്പുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ബെസ്റ്റ് ഓർഗനൈസേഷൻസിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. UN ഒക്കെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാം. പരമാവധി ഏറ്റവും നല്ല NGOസിലും ഏറ്റവും നല്ല INGOസിലും ഒക്കെ ചെയ്യാം. ഓക്കെ, നമ്മളെ നാട്ടിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഓർഗനൈസേഷൻസിൽ ചെയ്യാതിരിക്കാം. കുറച്ചൊക്കെ റിസ്ക് എടുക്കുക, നല്ല എക്സ്പോഷർ കിട്ടും, നല്ല കുറെ കോണ്ടാക്ട്സ് കിട്ടും. നമ്മൾ പാസ് ഔട്ട് ആകുമ്പോഴേക്കും നമുക്ക് കുറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വരും. ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞ UN റിലേറ്റഡ് അല്ലാത്ത ഓർഗനൈസേഷൻസും ഉണ്ട് ഒരുപാട്. INGOസിനെ പറഞ്ഞില്ല, INGOസിന്റെ ലിസ്റ്റ് ഞാൻ അയച്ചു തരുന്നുണ്ട്. ആ INGOസിന്റെ വെബ്സൈറ്റുകളൊക്കെ നോക്കുക. അതേപോലെ നേരത്തെ പറഞ്ഞ 2 വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കുക. സ്പെസിഫിക് ആയിട്ട് ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഈ UN ഇൻസ്പയർ, അതേപോലെ റിലീഫ് വെബ്, ഡെവ്നെറ്റ് ഒക്കെ നോക്കുക. ഓക്കെ, അതേപോലെ ലിങ്ക്ഡിൻ എല്ലാവരും ആക്റ്റീവ് ആക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളവരൊന്ന് യെസ് പറഞ്ഞേ. ഓക്കെ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ലാത്തവർ അത് ഉണ്ടാക്കുക. ഉള്ളവർ എന്ത് ചെയ്യുക, അത് കുറച്ചുകൂടെ പ്രൊഫഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ആണെങ്കിലും നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലും അതൊക്കെ ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ കൂടുതലായിട്ട് കണക്ട് ചെയ്യുക. അവരോട് പ്രൊഫഷണലി അതിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. ചാറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ CV ഒക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതേപോലെ അതിൽ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡിൽ തന്നെ ജോബ്സ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു കാറ്റഗറി ഉണ്ട്. ആ ജോബ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്യാം. വെറുതെ നിങ്ങളിപ്പോൾ ജോബ് നോക്കുന്നില്ലെങ്കിൽ പോലും വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ളത് നോക്കുക. അതേപോലെ അതിൽ അവർ കൊടുക്കുന്ന പാക്കേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു മോട്ടിവേഷൻ ഒക്കെ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്തു. ഓക്കെ, അടുത്ത സ്ലൈഡ്. മെന്റൽ ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻലി വരുന്ന പ്രധാന റോളാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്നുള്ളത്. അതേപോലെ ഡി അഡിക്ഷൻ കൗൺസിലർ, ജെറിയാട്രിക് സോഷ്യൽ വർക്കർ, അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലേഴ്സ്, അതേപോലെ വിക്ടിംസ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലേഴ്സ്. അപ്പം പലതരത്തിലുള്ള ക്രൈമുകളിലൊക്കെ പെട്ടിട്ട് റിഫോം ആവശ്യമുള്ള ആളുകൾക്കുള്ള കൗൺസിലേഴ്സ്. അപ്പം അങ്ങനെ കുറെ ഫീൽഡുകളാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷനിലുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫീൽഡ് തന്നെയാണ്, കൺവെൻഷനലി എല്ലാവരും പോകുന്ന ഫീൽഡാണ്. അപ്പം ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെയും കൂടെ ഒരു കുത്തിക്കയറ്റം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. എന്നാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോകാൻ പറ്റാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ UK സോഷ്യൽ വർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഈ പറയുന്ന മെന്റൽ ഹെൽത്തും റീഹാബിലിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെന്റേഴ്സിലേക്കാണ്. UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അതേപോലെ മറ്റ് വെസ്റ്റേൺ കൺട്രീസ്, മിഡിൽ ഈസ്റ്റിൽ പറയുകയാണെങ്കിൽ UAE, ഖത്തർ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ഫീൽഡ് എന്നുള്ള MSWക്കാർക്ക് വളരെയധികം സാധ്യതകളുണ്ട്. ദെൻ പോളിസി അഡ്വക്കസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് നമുക്കറിയാം, ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവും. അത് ഓർഗനൈസേഷൻസ് ആവാം, അതല്ലെങ്കിൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആവാം. അപ്പൊ അതിലൊക്കെ എങ്ങനെ പോളിസികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, പോളിസികളിൽ എങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്ന കുറെ ടീമുകൾ ഉണ്ടാവും, റിസർച്ച് ടീമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത്രയും എക്സ്പെർട്ടൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ടീമുകളിലൊക്കെ വർക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നീതി ആയോഗാണ് ഇന്ത്യയിൽ എല്ലാ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റൽ ഇഷ്യൂസിലൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആണ്, കുറച്ചുകൂടെ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമുക്ക് നീതി ആയോഗ് പോലെയുള്ള എൻറ്റിറ്റീസിലൊക്കെ എന്ത് ചെയ്യാം, നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ ലീഗൽ ആൻഡ് പാരലീഗൽ റോൾസ് ആണ്. നേരത്തെ പറഞ്ഞ ജുവനൈൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പൊസിഷൻസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ അത് ലീഗൽ എയ്ഡ് കൊടുക്കുന്ന എന്തെങ്കിലും ഓർഗനൈസേഷൻ ആവാം, അതല്ലെങ്കിൽ ലീഗൽ അവയർനെസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആവാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാവുന്ന. ദെൻ ഗ്രാസ് റൂട്ട് ആക്ടിവിസ്റ്റ് ആണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റുകൾ ഉണ്ടാവും, എൻവയോൺമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റുകൾ, അതല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റുകൾ. ഈ സോഷ്യൽ മൂവ്മെന്റുകളൊക്കെ ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും സോഷ്യൽ ആക്ഷൻ പ്രോസസ്സിന് കുറച്ചുകൂടെ ശക്തി പകരാനൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പയിനുകളിലും അവയർനെസ് ക്യാമ്പയിനുകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള
സാധ്യതയുണ്ട്. ഐപാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐപാക്ക് എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കാം. ഐപാക്ക്, ഇന്ത്യൻ പൊളിറ്റിക്കൽ അഡ്വക്കസി കമ്മിറ്റി. ഓക്കെ, അതൊരു ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് ആണ്, സോഷ്യൽ മൂവ്മെന്റ് ആണ്. എം കെ എസ് എസും സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻസുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഐപാക്ക് മെയിൻലി ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അതായത് ഐപാക്ക് ഒരു കോർപ്പറേറ്റ് സെറ്റപ്പ് ആണ്, പക്ഷെ കുറച്ചുകൂടെ സോഷ്യൽ വർക്കേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യാറുള്ളത്. അതായത് എങ്ങനെ ഇപ്പൊ ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവർ ഈ ഐപാക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് സംസാരിച്ച് അവരുടെ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും ഏറ്റെടുക്കും. എന്നിട്ട് ജനങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, എന്തൊക്കെയാണ് ജനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഇവര് അജണ്ട സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഇവര് പ്രവർത്തിക്കുകയും ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അത്രയും ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ എം.കെ.എസ്.എസ് ആണെങ്കിൽ കുറച്ചും കൂടെ റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സിന്റെയും അതേപോലെ വർക്കേഴ്സിന്റെ ഒക്കെ റൈറ്റ്സ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാസ് റൂട്ട് ഓർഗനൈസേഷൻസുകളിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പോളിസി ലെവലിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്യാം. അപ്പം കുറെ ഒഴിവുകളുണ്ട്, കുറെ ഡൈവേഴ്സ് ഫീൽഡുകളുണ്ട്. ഞാനിപ്പോ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഓർഗനൈസേഷൻസിന്റെ പേര് പറയുമ്പോൾ ഒക്കെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന്റെ വെബ്സൈറ്റുകളൊക്കെ കൂടുതലായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് വൺ, സോഷ്യൽ വർക്ക് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് പബ്ലിക് ഹെൽത്ത്. നേരത്തെ നമ്മൾ മെഡിക്കൽ സെക്ടർ പറഞ്ഞല്ലോ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് പബ്ലിക് ഹെൽത്ത് ആവാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ആവാം. ഹോസ്പിറ്റൽ ബേസ്ഡ് ആവുമ്പോൾ നമുക്കറിയാം അവിടെ പേഷ്യന്റ് അഡ്വക്കേറ്റ്സ്, പാലിയേറ്റീവ് കെയർ എക്സ്പേർട്സ്, അല്ലെങ്കിൽ കേസ് മാനേജേഴ്സ്, ഇങ്ങനെയുള്ള കുറെ പൊസിഷൻസ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ് ആവുമ്പോൾ നമ്മളുടെ നാഷണൽ ഹെൽത്ത് മിഷൻ നിങ്ങൾക്ക് അറിയാം, അതിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രധാന പ്രൊഫഷണൽസ്, അതേപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ വർക്ക് ചെയ്യുന്ന NGOസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ അതിന്റെ ഒരു സ്കോപ്പാണ്. അതേപോലെ ഡിസേബിലിറ്റി റിലേറ്റഡ് ആയിട്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്, അതേപോലെ പ്രായമായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സെന്റേഴ്സ് ഉണ്ടാവും. അതിപ്പം നമ്മൾ പറയുന്ന എൽഡർലി കെയർ ഹോംസ് മാത്രമല്ല, ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ പലതും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന ജെറിയാട്രിക് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരുപാട് പ്രൊജക്ടുകളൊക്കെ റൺ ആവുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് CSR, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് നമുക്ക് ലീവ് ചെയ്യാം. ജസ്റ്റ് ആ ഓർഗനൈസേഷന്റെ പേര് മാത്രം നോട്ട് ചെയ്ത് നോക്കുക. ടാറ്റ ഒന്ന്, ഇൻഫോസിസ്, പിന്നെ ഏതാ, റിലയൻസ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. റിലയൻസ് ഫൗണ്ടേഷൻ. ടാറ്റയ്ക്ക് തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട്. നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ടാറ്റ CSR എന്ന് ജോബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 500 ക്രോറിന് മുകളിൽ ടേൺ ഓവറുള്ള കമ്പനീസ് ഏതാന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ആ എല്ലാ കമ്പനീസിനും ഒന്നുണ്ടാവും, CSR വിങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളെ നവരത്ന കമ്പനീസ് കുറെ ഉണ്ടല്ലോ, ഇവിടെ ONGC, അതേപോലെ ബെല്ല്, പിന്നെ കോൾ ഇന്ത്യ, ഇങ്ങനെയുള്ള വലിയ കമ്പനീസിനും CSR വിങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിൻലി. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ നോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ MSW പഠിക്കുന്നത് വെറും ചെറിയ കമ്മ്യൂണിറ്റി ഓർഗനൈസർ ആയിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് സാധ്യതകളുള്ള ഫീൽഡാണ് സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 80% ഓഫ് ചാൻസസ് ഔട്ട് ഓഫ് അക്കാഡമിക്സും ഔട്ട് ഓഫ് റിസർച്ചും ആണ്. മീൻസ് അതിന്റെ പുറത്തേക്കും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. ഇപ്പം ലേബർ വെൽഫെയർ ഓഫീസർ, അതേപോലെ HR-ലും MSWക്കാർ വർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ ഈ ലേബേഴ്സിന്റെ റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് വയലേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ അവരുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻസും ഉണ്ടാവാറുണ്ട്. ഇപ്പം കോൾ ഇന്ത്യ MSWല് നെറ്റുള്ള കാൻഡിഡേറ്റ്സിനെ അവരുടെ
ഒരു പൊസിഷനിലേക്ക് സ്ഥിരമായിട്ട് റിക്രൂട്ട് ചെയ്യാറുണ്ട്. ആ പൊസിഷന്റെ പേര് ഞാൻ മറന്നു. ലേബർ വെൽഫെയർ ഓഫീസർ അങ്ങനെ എന്തോന്നാണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ UGC നെറ്റ് ഇൻ സോഷ്യൽ വർക്ക് ആണ്. MSW വിത്ത് UGC നെറ്റ് ഇൻ സോഷ്യൽ വർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കോൾ ഇന്ത്യ, ONGCയും അതേപോലെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. ONGC, കോൾ ഇന്ത്യ ഒക്കെ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം, എല്ലാ കമ്പനീസിലും, എല്ലാ ഇൻഡസ്ട്രിയൽ കമ്പനീസിലും എന്താവശ്യമാണ്, ലേബർ വെൽഫെയർ ഓഫീസേഴ്സ് നിർബന്ധമാണ്. അപ്പോ അതും ഒരു സാധ്യതയാണ്. അതേപോലെ ഗവൺമെന്റ് കേരള PSC ലേബർ വെൽഫെയർ ഓഫീസർ പൊസിഷനിലേക്ക് ഇടക്ക് നോട്ടിഫിക്കേഷൻ പിടിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പൊസിഷൻസിലേക്കൊക്കെ എത്തിപ്പെടാൻ നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മളെ നോളജ് മാത്രം മതിയാവില്ല, നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനുള്ള കുറെ കഴിവുകൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്കിൽസ് എന്തൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് ടെക്നിക്സ് ആണ്. നമുക്ക് ഈ ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാനും അതിൽ സൊല്യൂഷൻസ് കണ്ടെത്താനും ഉള്ള ഒരു മെന്റാലിറ്റി വേണം. അതേപോലെ ക്രൈസിസസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻസ് ടൈംലി കൊടുക്കാനും പറ്റാവുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് വേണം. സെക്കൻഡ് വൺ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഈ പറയുന്ന ഗ്രൂപ്പുകളെ, കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഗ്രൂപ്പുകളാണെങ്കിലും ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും അതിനെ ഓർഗനൈസ് ചെയ്യാനും അവരോട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അതേപോലെ PRA നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. ആ കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ഫീൽഡ് വർക്കിനൊക്കെ പോകുന്ന സമയത്ത് PR ഒക്കെ ചെയ്യുമ്പോൾ അത് സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഈ പറയുന്ന സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, അതിപ്പം നമ്മളുടെ വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളാവാം, സോഷ്യൽ ലെജിസ്ലേഷൻസ് ആവാം. ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ ഇത് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് സെറ്റപ്പിലൊക്കെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, ഇതിലൊക്കെ എന്തൊക്കെ പോളിസി ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക. റിസർച്ച് ആൻഡ് പ്രോഗ്രാം ഇവാലുവേഷൻ ആണ്. നമ്മളിപ്പോ പ്രൊജക്ടുകളൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പ്രൊജക്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫീൽഡാണ് ഈ പറയുന്ന മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസർ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ റിലീഫ് വെബിലോ അല്ലെങ്കിൽ devnet.org-ലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ പ്രൊജക്ടുകളിൽ വേക്കൻസി ഉള്ള ഒരു ഫീൽഡാണ് MEAL എന്നുള്ളത്. MEAL ഒന്ന് നോട്ട് ചെയ്ത് വെച്ചെല്ലാവരും. MEAL, മോണിറ്ററിംഗ് ഇവാലുവേഷൻ അസസ്മെന്റ് ആൻഡ് ലേണിംഗ്. അതായത് ഈ പ്രൊജക്ടുകളുടെ ഓൾറെഡി റൺ ചെയ്യുന്ന പ്രൊജക്ടുകളുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എത്രത്തോളം ചേഞ്ചസ് ആവശ്യമുണ്ടോ എന്നുള്ളതും പ്രോഗ്രാം ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുന്ന ഓഫീസറാണ് MEAL ഓഫീസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാം ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊജക്ടുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയറും കൂടെ ആയിരിക്കും MEAL ഓഫീസേഴ്സ് പറഞ്ഞാൽ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യന്റെ പുറത്താണെങ്കിലും. എന്റെ കൂടെ വർക്ക് ചെയ്ത പഴയ കുറെ കോവർക്കേഴ്സ് ഇപ്പം MEAL ഓഫീസേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലൊക്കെ. അപ്പൊ അവരൊക്കെ സ്ഥിരമായിട്ട് ട്രാവലിംഗിലാണ്. ഒരു പ്രൊജക്ട് സൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരോട് അടുത്ത രാജ്യത്തേക്ക് പോകാൻ പറയും. അവർ അടുത്ത രാജ്യത്തെ പ്രൊജക്ട് സൈറ്റിൽ പോകും, അവിടെ അസസ് ചെയ്യും, ദെൻ അടുത്ത രാജ്യം. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷനിലെ MEAL എന്ന് പറഞ്ഞാൽ, മോണിറ്ററിംഗ് ഇവാലുവേഷൻ അസസ്മെന്റ് ആൻഡ് ലേണിംഗ്. ഓക്കെ, അതാണ് ഈ ME റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ദെൻ ബേസിക് ആയിട്ടുള്ള നമുക്ക് കുറെ നമ്മളുടെ ബിഹേവിയറലായിട്ടുള്ള കുറെ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടി വരും. അതിൽ മെയിൻ സാധനമാണ് സിമ്പതിനേക്കാൾ എംപതി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുക. അയാളുടെ ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാതെ, നമ്മൾ അതിൽ എന്താ പറയാ വിഷമം കൊള്ളാതെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത്, അല്ലെങ്കിൽ അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ്, അതാണ് എംപതി എന്നുള്ളത് നമുക്കറിയാം. അത് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എപ്പോഴും കാണിക്കാം. ഏതൊരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മുന്നോട്ട് വന്ന ലീഡറായി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ഏതൊരു സാഹചര്യത്തിലേക്കും നമ്മളെ ഫിറ്റ് ആക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ മോൾഡ് ആവുക, അതാണ് അഡാപ്റ്റബിലിറ്റി. ഓക്കെ, ഏത് സാഹചര്യത്തിൽ പോയാലും നമ്മൾ അവിടെ പരാതിപ്പെടുന്ന ഒരാളായിട്ട് നമ്മൾ മാറാതെ ആ ഒരു സിസ്റ്റത്തോട് പൊരുത്തപ്പെട്ട് ആ സിസ്റ്റത്തിൽ വേണ്ട ചേഞ്ചസ് നമ്മൾ വഴി ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതേപോലെ എല്ലാം കൃത്യമായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
ഒബ്സർവേഷൻ, അതേപോലെ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക അവിടെ എന്താണ് നീഡ് ഉള്ളത് എന്നുള്ളത്, എന്നെ കൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, കറന്റ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പ്രോപ്പർലി ആണോ എന്നുള്ളത്. അതിപ്പോ എന്തായിക്കോട്ടെ, അത് ജോബ് ലൊക്കേഷൻ തന്നെ ആവണമെന്നില്ല, നമ്മൾ എത്തിപ്പെടുന്ന എന്തൊരു സ്ഥലമായാലും അവിടെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ആളുകളുടെ ഇമോഷൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സ്കില്ലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് എവിടെയും വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു, എംപതി പറഞ്ഞു, കേസ് മാനേജ്മെന്റ് പറഞ്ഞു, റിസർച്ച്, പോളിസി അനാലിസിസ്. റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എത്ര പേർക്ക് അറിയാം? എങ്ങനെയാണ് നിങ്ങൾക്കൊരു സോഷ്യൽ ഇഷ്യൂ തന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ടോപ്പിക് തന്നു കഴിഞ്ഞാലും അതിനെ എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ സ്റ്റെപ്സ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? നിങ്ങൾ ഡിഗ്രി സമയത്ത് ഡെസർട്ടേഷൻ ചെയ്ത ആളുകളല്ലേ? റിസർച്ച് സ്റ്റെപ്സ് അറിയുന്നവരൊന്ന് യെസ് പറയും. ഒരു ബേസിക് സ്റ്റെപ്പ് എങ്കിലും അറിയുന്നവര്, എന്താണ് റിസർച്ച് എന്നുള്ളത്, എന്താണ് റിസർച്ചിൽ മെയിൻലി ഇപ്പോൾ PhD ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ, അവരെന്താണ് ബേസിക്കലി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം? നോ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അറിയില്ല, അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ChatGPT യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിൽ? അറ്റ്ലീസ്റ്റ് ഗൂഗിളെങ്കിലും യൂസ് ചെയ്യുന്നവരല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് റിസർച്ചിന്റെ സ്റ്റെപ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് വാട്ട് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തു. സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ച് തന്നെ അടിച്ചു. ഓക്കെ, എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക എന്നുള്ളതൊന്ന് ഒന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അത് ഇന്നത്തെ ഒരു ഹോംവർക്ക് ആയിട്ട് എല്ലാവരും എടുക്കുക. ഓക്കെ, റിസർച്ചിന്റെ പ്രധാന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞ നല്ലൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തന്നെ വേണം. അപ്പം നിങ്ങൾ MSW ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ PhD ലെവലിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MSW ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെറിയ ടോപ്പിക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റാവുന്ന ചില ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ക്രൈസിസ് ഇന്റർവെൻഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ലെ? ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റീവായിട്ട് അതിനെ നേരിടുക എന്നുള്ളത്, അതേപോലെ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ റെസൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്, കോൺഫ്ലിക്റ്റുകളെ സോൾവ് ചെയ്യുക എന്നുള്ളത്, അത് പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ദെൻ എത്തിക്കൽ ആൻഡ് കൾച്ചറൽ കോമ്പറ്റൻസി. പല ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവും, അവരെ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം, അതേപോലെ ഏതൊരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിലേക്കും ഫിറ്റ് ചെയ്യപ്പെടാനുള്ള നമ്മളുടെ ഒരു അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എൻ്റെ അതേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പലതരത്തിലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ പല ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. അതിൽ ചിലപ്പം ഒരു യൂറോപ്യൻ ഉണ്ടാവാം, ഒരു ആഫ്രിക്കക്കാരൻ ഉണ്ടാവാം, ഒരു ഏഷ്യക്കാരൻ ഉണ്ടാവാം, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിൽ ക്രിസ്ത്യൻ ഉണ്ടാവാം, മുസ്ലിം ഉണ്ടാവാം, ഹിന്ദു ഉണ്ടാവാം, ജെയിൻ, പാർസി, ഏതൊരാളും ഉണ്ടാവാം. അപ്പം അവരോട് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ എത്തിക്കലായിട്ട് പെരുമാറണം എന്നുള്ളതും അവരെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കൾച്ചറൽ അവയർനെസ്സും കോമ്പറ്റൻസിയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിപ്പം പുറത്ത് വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ മാത്രമല്ല, നമ്മളെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വർക്ക് സ്പേസുകളിലെ ഇത്തരത്തിലുള്ള എത്തിക്കൽ ആയിട്ടുള്ള കുറെ മൊറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് കോർ സ്കിൽസ് ആൻഡ് കോമ്പറ്റൻസീസിൽ വരുന്നത്. അടുത്ത സ്ലൈഡ്. കുറെ എമർജിങ് ഏരിയാസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫീൽഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ വർക്ക്, അതേപോലെ എൻവയോൺമെന്റൽ സോഷ്യൽ വർക്ക്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ക്ലൈമറ്റ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എൻ്റെ ഫീൽഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെയധികം സ്കോപ്പ് തരുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ അങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ എമർജിങ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. അതിലൊക്കെ നിങ്ങൾ ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കൺവെൻഷണൽ ആയിട്ടുള്ള ഏരിയാസ് ചൂസ് ചെയ്യുന്നത് കുറക്കുക. കുറച്ചുകൂടെ ഇങ്ങനെയുള്ള എമർജിങ് ആയിട്ടുള്ള ഏരിയാസ് ചൂസ് ചെയ്യുക നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അതിന്റെ ഒരു ഗ്ലോബൽ ഡിമാൻഡ് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ UN ഏജൻസീസ് ആണെങ്കിലും ഇന്റർനാഷണൽ NGOs ആണെങ്കിലും അതിലൊക്കെ ഒരുപാട് സാധ്യതകളെക്കാളും നമ്മുടെ ആവശ്യം അവിടെ ഉണ്ട്. നമുക്ക് ജോലി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമ്മളെ ലോകത്തിന് ആവശ്യമുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ വർക്ക് ചെയ്യുക, ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണണം. നേരത്തെ പറഞ്ഞു എമർജിങ് ആയിട്ടുള്ള ഏരിയാസ്, അതിൽ പ്രധാനപ്പെട്ട ഏരിയ ആണ് വെൽഫെയർ സർവീസസ്, അതേപോലെ ഓൺലൈൻ കൗൺസിലിംഗ്, അതേപോലെ ടെലി കൗൺസിലിംഗ് ഒക്കെ, ഡിജിറ്റൽ മെന്റൽ ഹെൽത്ത്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ക്രൈസിസ് മാനേജ്മെന്റ്,
അതിപ്പോ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആവാം, ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആവാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാർസ് ആവാം, എന്തെങ്കിലും എത്നിക് കോൺഫ്ലിക്റ്റുകളാവാം, ഇന്റേണൽ വാർസ് ആവാം, സിവിൽ വാറുകളാവാം. ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് എഫക്ട് ചെയ്ത സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ഒരുപാട് പ്രൊജക്ടുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നമ്മളുടെ നീഡ് ഉണ്ട്. അതേപോലെ നമുക്ക് ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കോപ്പുകളും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഡൈവേഴ്സ് ഫീൽഡുകളൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ദെൻ സോഷ്യൽ വർക്കിലെ AI-ന്റെ ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കോപ്പുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡുകൾ, അതേപോലെ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് ജസ്റ്റിസും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകൾ, ഇതിലൊക്കെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ വർക്കിലെ നമ്മളുടെ കരിയർ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞാൽ തീരൂല. നമ്മളിപ്പോ ഈ പൊസിഷൻസ് തന്നെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അതൊരു 100-നടുത്ത് പൊസിഷൻസ് ഉണ്ടാവും. ഈ പൊസിഷൻസിന്റെ പേര് മാത്രം നമ്മൾ എഴുതുവാണെങ്കിൽ 100-നടുത്ത് പൊസിഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡാണ് സോഷ്യൽ വർക്ക്. അതിൽ ഒരു സ്പെസിഫിക് ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ അതിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന്റെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, അവരുമായിട്ട് കൂടുതൽ കോൺടാക്ട് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള വാക്കൻസീസിൽ അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് PPT-യിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ യുവർ ഗോൾസ്. ഏതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അത് ടീച്ചിങ് ആണോ, NGOs ആണോ, കോർപ്പറേറ്റ് ഫീൽഡ് ആണോ, പോളിസി റിലേറ്റഡ് ആണോ, മെന്റൽ ഹെൽത്ത് ആണോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഡിസേബിലിറ്റി റിലേറ്റഡ് ആണോ, ജെറിയാട്രിക് സോഷ്യൽ വർക്ക് ആണോ, എന്താണ് നമ്മളുടെ ഫീൽഡ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് എന്നുള്ളത് ചൂസ് ചെയ്യാം. അത് നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ചേഞ്ച് ഒക്കെ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ അതിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങാം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ സ്കിൽസ്, അഡീഷണൽ കോഴ്സുകളൊക്കെ ചെയ്യാം. അപ്പം ഓൺലൈൻ കോഴ്സുകളൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നോട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഡിസാസ്റ്റർ റെഡി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഡിസാസ്റ്റർ റെഡി READY. ഓക്കെ, അത് ഡിസാസ്റ്റർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളുടെ സ്കിൽസ് കുറച്ചുകൂടെ എൻഡോസ് ചെയ്യാം. നമുക്ക് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ നോളജ് നമുക്ക് അതുവഴി കിട്ടും. അപ്പം ഏത് ഫീൽഡ് ആണെങ്കിലും, ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും CSR ആണെങ്കിലും അതിലൊക്കെ അഡീഷണൽ കോഴ്സുകളും അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ അവൈൽ ചെയ്യുക, അതൊക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ ബിൽഡ് എ പോർട്ട്ഫോളിയോ. നല്ല ഇന്റേൺഷിപ്പുകൾ ചെയ്യുക. നേരത്തെ പറഞ്ഞ വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, വോളണ്ടിയറിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ മാസങ്ങളോളം വോളണ്ടിയറിംഗ് ചെയ്യരുത്. മാക്സിമം ഒരു 1 month or 2 month ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ദെൻ അടുത്ത സ്ഥലത്ത് പോവാം. ഇവിടെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പൊ ആ രീതിയിൽ വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്യാം. അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് സോഷ്യൽ വർക്ക് പ്രൊജക്ടുകളൊക്കെ സഹകരിക്കുക. ഒരുപാട് സമയം കൊടുക്കാതെ, എന്നാൽ അതിൽ നിന്ന് നമുക്ക് കുറെ ലേണിംഗ് കിട്ടുന്ന രീതിയിൽ സഹകരിക്കുക. അതൊക്കെ നമ്മളെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എഴുതി വെക്കാം. നമ്മൾ എന്തൊക്കെയാണ് അറ്റൻഡ് ചെയ്തത്, എവിടെയൊക്കെയാണ് നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ CV-യിലേക്കൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്യാം. റെലവെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ CV-യിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു നല്ലൊരു CV ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. CVയും റെസ്യൂമേ ഉണ്ടാക്കുക. റെസ്യൂമേ നമുക്കറിയാം, റെസ്യൂമേ CV നമ്മളെ വ്യത്യാസം എന്താ? ഏതാ ലെങ്തി ആയിട്ടുള്ളത്, റെസ്യൂമേ ആണോ CV ആണോ? കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഏതാ? യെസ്, CV ആണ് അല്ലേ? CV ആണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ്. റെസ്യൂമേയിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? റെസ്യൂമേയിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, അതേപോലെ നമ്മുടെ സ്കിൽസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറയുള്ളൂ. അതേപോലെ ബേസിക് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ വളരെ ഷോർട്ട് ആയിട്ടുള്ള സാധനമാണ് എന്ത്, CV, മീൻസ് റെസ്യൂമേ. പക്ഷേ CV എന്താണ്, കരിക്കുലം വിറ്റ എന്താണ്? കരിക്കുലം വിറ്റ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെ പറയുമ്പോൾ നമ്മൾ MSW ചെയ്തു എന്ന് പറയുമ്പോൾ MSW എവിടുന്ന്, ഏത് കാലയളവില്,
എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, അത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ട സാധനമാണ് CV എന്ന് പറഞ്ഞത്. അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെ പേര്, എന്ത് പൊസിഷൻ ആയിരുന്നു, ഏത് കാലയളവാണ്, എന്താണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്, മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് CV-യിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാം. അപ്പം റെസ്യൂമേ ആണോ CV ആണോ നമ്മൾ ഉണ്ടാക്കേണ്ടത്? രണ്ടും ഉണ്ടാക്കുക കേട്ടോ, രണ്ടും ഉണ്ടാക്കി വെക്കുക. റെസ്യൂമേ കുറച്ചുകൂടെ ഈസി അല്ലേ? ക്യാൻവ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ? ക്യാൻവ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, ക്യാൻവയിൽ എല്ലാവരും ഒന്ന് അക്കൗണ്ട് ഉണ്ടാക്കുക കേട്ടോ. ക്യാൻവ കുറച്ചുകൂടെ ഈ പറയുന്ന CV-യും റെസ്യൂമേ ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. റെസ്യൂമേ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ ഉണ്ടാക്കാം. CV എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗൂഗിൾ ഡോക്കോ അല്ലെങ്കിൽ വേർഡ് ഫയൽ തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്യാൻവയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് റെസ്യൂമേ ഒക്കെ ഉണ്ടാക്കുക. അതിൽ കുറെ മോഡൽസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, CV നമ്മൾ ചെയ്യുമ്പോൾ ടാബിൾ ആക്കി കൊടുക്കാൻ നോക്കുക. ഇപ്പൊ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ടാബിൾ കൊടുക്കുക, എന്നിട്ട് അതിലെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കാം. എന്താണ് നമ്മൾ ചെയ്ത കോഴ്സ്, അതേപോലെ എവിടെയാണ് നമ്മൾ പഠിച്ചത് ആ കോഴ്സ്, അതിന്റെ ടൈം പീരീഡ് എന്താണ്, അതിന്റെ റിസൾട്ട് എന്താണ്. അങ്ങനെ CV അതേപോലെ റെസ്യൂമേ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, അത് എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ നെറ്റ്വർക്ക് ചെയ്യാന്നുള്ളതാണ്. നമ്മളുടെ കോളേജിൽ പഠിച്ച അലുമിനീസിൽ പലരും പല നല്ല പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം അവരായിട്ട് ഈ ഒരു നിർദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക, അവരെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ നോളജൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അവരായിട്ട് കൃത്യമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരും. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ഞാനിങ്ങനെ MSW ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിലൊക്കെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അതേപോലെ NGOs ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന HR പ്രൊഫഷണൽസുമായിട്ട് സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ കൃത്യമായിട്ട് ഈ പറയുന്ന ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ജോബ് പോർട്ടൽസ് പറഞ്ഞല്ലോ, ഡെവ്നെറ്റ് നമ്മൾ പറഞ്ഞു, നൗക്രി ഞാൻ പ്രിഫർ ചെയ്യാറില്ല. എന്നാലും നിങ്ങൾക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നൗക്രി ഇൻഡീഡ് ഒക്കെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. ഞാൻ മെയിൻലി നോക്കല് ഡെവ്നെറ്റ് ആണ്. അതിൽ ഇന്ത്യയിലെ ഡെവലപ്മെന്റ് സെക്ടറിലെ ഓപ്പർച്യൂണിറ്റീസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് devnetindia.org ഉണ്ട്, ഡെവ്നെറ്റ് ഇന്ത്യ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഡെവ്നെറ്റ് ഗ്ലോബൽ ആയിട്ടുള്ള വേക്കൻസീസ് ആണ്, ഡെവ്നെറ്റ് ഇന്ത്യയിലെ വേക്കൻസീസ് ആണ്. അപ്പം അതിലൊക്കെ അപ്ലൈ ചെയ്യാം. അതിൽ പ്രീമിയം അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. പക്ഷെ റിലീഫ് വെബിൽ പ്രീമിയം അക്കൗണ്ട് ഒന്നും വേണ്ട. നമുക്ക് UN-ന്റെ കീഴിലുള്ള വെബ്സൈറ്റ് ആണ് റിലീഫ് വെബ്. അപ്പം ലോകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻസിന്റെയും ഓൾമോസ്റ്റ് എല്ലാ റിലീഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകളിലേക്കുള്ള വേക്കൻസീസ് അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡെവ്നെറ്റ് നോക്കാം, റിലീഫ് വെബ് നോക്കാം, ലിങ്ക്ഡിൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് കുറെ സമയം എടുത്ത് അപ്ലൈ ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഈസി അപ്ലൈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതിലെ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ അതിലെ ഡിഫറെന്റ് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പൊസിഷൻസിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു സെഷനിൽ പറഞ്ഞു തരാം. അപ്പം അതൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. ആ വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്യുക, അതിലെ റെഗുലർ വിസിറ്റർ ആവുക. നമ്മൾ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ വാക്കൻസീസ് ഒക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. അതിൽ ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്താണ്, എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യം, എന്തൊക്കെ ജോബ് റോളാണ് അതിലുള്ളത്, അതേപോലെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പാക്കേജുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ദെൻ ഇങ്ങനെ പ്രൊഫഷണൽ അസോസിയേഷൻസിലൊക്കെ മെമ്പർ ആവാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർ ആവാം. ഞാൻ ഒന്നിലും മെമ്പർ അല്ല. കാരണം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കുറെ സമയം പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നിലും മെമ്പർ ആയിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നാംസ്ഫിയിലോ അല്ലെങ്കിൽ ISSW ഒക്കെ നിങ്ങൾക്ക് മെമ്പർ ആവാം. ലിങ്ക്ഡിൻ മെയിൻലി യൂസ് ചെയ്യാം. ലിങ്ക്ഡിനും ഓൺലൈൻ നെറ്റ്വർക്ക്സും കൃത്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മളുടെ സ്കിൽസും നമ്മളുടെ കോമ്പറ്റൻസീസും ഡെവലപ്പ് ചെയ്ത് എടുക്കുക. അതേപോലെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന CV അല്ലെങ്കിൽ റെസ്യൂമേ വഴിയാണ്. അതേപോലെ ഇന്റർവ്യൂ ഒക്കെ അവർ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യാം.
അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാം. അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഈ ഗ്ലോബൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കുറെ ഇൻസൈറ്റ്സ് തരും. എവിടെയാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്സും ഫെലോഷിപ്സും ചെയ്യാന്നുള്ളതാണ്, വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ റിക്വയർഡ് ആയിട്ടുള്ള എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസും അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ സാധനങ്ങളാണ്. അതിൽ മെയിൻലി UGC നെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിടുക. നിങ്ങൾക്ക് ടീച്ചിങ്ങിന് പോകാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ JRF കിട്ടിയിട്ട് ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അതേപോലെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരാൻ UGC നെറ്റിന് സാധിക്കും. ഓക്കെ, ദെൻ ക്ലിനിക്കൽ സോഷ്യൽ വർക്കിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള MPhil ഒക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഫീൽഡിലും അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും സർട്ടിഫിക്കേഷൻസും ഉണ്ടാവും. അതൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, പറ്റുമെങ്കിൽ അതൊക്കെ അക്വയർ ചെയ്യാം. അതേപോലെ PhD ചെയ്യാൻ ശ്രമിക്കുക. PhD കഴിഞ്ഞ ഒരു പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പോസ്റ്റ് ഡോക് പൊസിഷൻസ് ഉണ്ടാവും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ. അതൊക്കെ നല്ല പേയ്മെന്റ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, വാക്കൻസീസ് ആണ്. അതൊക്കെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ പോസ്റ്റ് ഡോക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നുണ്ട് അടുത്ത ഓഗസ്റ്റിലേക്ക്. വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഒരു 6-7 ലാക്ക് ഒക്കെ പെർ മന്ത് ഒക്കെ തരുന്ന, ചിലയിടത്ത് നല്ല 6-7 ഒക്കെ ഉണ്ട്, ചിലയിടത്ത് 2-3 ലാക്സ് ഒക്കെ ഉണ്ട്. നല്ല യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ 6ന്റെ മുകളിലൊക്കെ റിസർച്ച് ഫണ്ടായിട്ട് തരും. ഓൾമോസ്റ്റ് 90,000 യൂറോ അല്ലെങ്കിൽ $1 lakh ഒക്കെ തരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, US-ലാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിലും. ഓൾമോസ്റ്റ് 90,000 യൂറോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 80-85 ലക്ഷം രൂപയായി. അപ്പൊ അത്രയും ഫണ്ടുകളുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ അതിന് ബേസിക് റിക്വയർമെന്റ് ആയിട്ടുള്ളത് PhD ആണ്. അപ്പം ഗ്രാജുവലി MSW കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ UGC നെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ഫെലോഷിപ്പുകളൊക്കെ എടുത്തിട്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് PhD ഒക്കെ ചെയ്യാം. ദെൻ പോസ്റ്റ് ഡോക്ക് ചെയ്യാം. ഏജ് ഒരു ഫാക്ടറായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. ഇത്ര ഏജ് ആയി നമുക്ക് ഇനി സെറ്റിൽ ആവണം അങ്ങനെയൊന്നും വിചാരിക്കരുത്. എപ്പോഴെങ്കിലും സെറ്റിൽ ആവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പരമാവധി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമ്മൾ അക്വയർ ചെയ്യുക, പരമാവധി ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്ക് ചെയ്യുക, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു മനോഭാവം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. കൂടുതൽ ഉയരങ്ങൾ എത്തണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, എത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സ്ലൈഡ് ഉണ്ടോ ടീച്ചറെ? ഞാൻ വന്നതാ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇന്റേൺഷിപ്സും വോളണ്ടിയറിംഗ് നമ്മൾ പറഞ്ഞു, പിന്നെ പ്രൊഫഷണൽ ബോഡീസിലുള്ള നമ്മളെ മെമ്പർഷിപ്പുകൾ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി ചലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ സ്കോപ്പ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നില്ല ഇപ്പോൾ, ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം നമ്മൾ ഏതൊരു ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, ഇമോഷണൽ ബേൺ ഔട്ട് ഉണ്ടാവും. അപ്പം അതൊക്കെ മാനേജ് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നമ്മൾ കണ്ടെത്തുക. വർക്കിനെയും അതേപോലെ നമ്മുടെ ലൈഫിനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് മാത്രമായി പോയരുത്, അല്ലെങ്കിൽ ലൈഫിന്റെ കാര്യങ്ങൾ മാത്രമായി പോയത്, രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പം ലോക്കൽ NGOസിലാണെങ്കിൽ നാഷണൽ NGOസിലാണെങ്കിലും അവിടെയൊക്കെ ഫണ്ടിങ്ങിന്റെയും റിസോഴ്സ് കോൺസ്ട്രെയിൻസും കുറെ ഉണ്ടാവും. ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആവശ്യത്തെ റിസോഴ്സസ് ഉണ്ടാവാതിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയ NGOസിന് പകരം വലിയ NGOസും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യുക. റിസോഴ്സ് പ്രശ്നങ്ങളില്ലാത്ത, ഫണ്ടിങ് ഇഷ്യൂസ് ഇല്ലാത്ത ഓർഗനൈസേഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ പോളിസി ഇംപ്ലിമെന്റേഷൻ ചലഞ്ചുകൾ. നമുക്കറിയാം നമ്മളിപ്പോൾ ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്കറിയാം പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലും നമ്മളുടെ സിസ്റ്റത്തിനുള്ളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിലൊന്നും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക, ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക. അതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക, കുറച്ചുകൂടെ പേഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു ഒറ്റ വാക്കിൽ. സർ, ഹൗ ടു സ്റ്റാർട്ട് എ ട്രസ്റ്റ് ഇൻ കേരള?
ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി നമുക്ക് രണ്ട് വിധത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആണ്, രണ്ടാമത് ട്രസ്റ്റ് ആക്ട് ആണ്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ ഒരു NGO ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് 7 പേരുടെ മെമ്പർഷിപ്പ് ആവശ്യമാണ്. നമ്മളുടെ NGO ആയിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള 7 പേരെ നമ്മൾ കണ്ടെത്തുക. അവരുടെ ID കാർഡുകളും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ആവശ്യമുണ്ടാവും. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസ് ഉണ്ടാവും ഓരോ ജില്ലകളിലും. ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മൾ അവിടെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫുൾ ആക്കുക എന്നുള്ളതാണ്. അതിനൊരു നമ്മളുടെ ഓർഗനൈസേഷന്റെ ഒരു ബൈലോ അതേപോലെ മെമ്മോറാണ്ടം ഒക്കെ നമ്മൾ തയ്യാറാക്കേണ്ടി വരും. അതെല്ലാം സബ്മിറ്റ് ചെയ്യുക. ദെൻ അവർ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യും. ഓരോ വർഷത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ആ രജിസ്ട്രേഷൻ പുതുക്കണം. ഇതാണ് ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ NGO സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ. MSW കംപ്ലീറ്റ് ആക്കിയാൽ മതിയോ ക്ലിനിക്കൽ സോഷ്യൽ വർക്കിൽ എത്താൻ? അല്ലെ, മതി. എക്സ്ട്രാ നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. MPhil കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസോ നമുക്ക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. മെയിൻലി ഇതിൽ സ്കില്ലും നമ്മളുടെ എക്സ്പെർട്ടൈസും ആണ് പ്രധാനം. അതേപോലെ കൃത്യമായിട്ട് ഈ ഫീൽഡിലെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ സ്കില്ല്, അതായത് ഈ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും അവിടെ ജോലിക്ക് കയറാനുള്ള നമ്മളുടെ സ്കില്ലാണ് മെയിൻലി പ്രധാനം. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. MSWക്കാർ മാത്രമല്ല, സൈക്കോളജിക്കാരും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. സർ, കരിയർ അബ്രോഡ് ചെയ്യാൻ ഫർദർ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്റ്റെപ്സ് പറയാമോ? അത് ഓരോ കൺട്രീസിനും ഡിഫറെന്റ് ആണ്. ഓരോ കൺട്രീസിനും ഓരോ റിക്വയർമെന്റുകളാണല്ലോ. ബേസിക്കലി നിങ്ങളുടെ MSW സാധനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണോ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അബ്രോഡ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ കൺട്രിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റുകൾ നോക്കുക. ഓക്കെ, അവിടുത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻസ് ഉണ്ടാവും. ആ വെബ്സൈറ്റുകളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. ദെൻ അവര് നമ്മൾ വിസക്ക് എലിജിബിൾ ആണെങ്കിൽ അവർ അറിയിക്കും. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഏത് ഫീൽഡ് ആണെങ്കിലും, ഇപ്പൊ നമ്മൾ കാനഡയിൽ പോവുകയാണെങ്കിലും UK പോവുകയാണെങ്കിലും ന്യൂസിലാൻഡിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഓൾറെഡി ഉള്ള ക്വാളിഫിക്കേഷൻസ് മതിയാവില്ല. ആ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് അവർ ചോദിക്കും. അത് നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. നമ്മൾ വേറെ ഏതെങ്കിലും ഫീൽഡിലെങ്കിലും കയറിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, നമ്മൾ അക്വയർ ചെയ്യുക. എന്നിട്ട് ആ ഫീൽഡ് വർക്ക് ചെയ്ത് തുടങ്ങും. എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഫീൽഡാണ് നമ്മളുടെ ഡെവലപ്മെന്റ് സെക്ടർ കേട്ടോ. ഡെവലപ്മെന്റ് സെക്ടറിൽ നമ്മൾക്ക് ഓൾറെഡി ഉള്ള ക്വാളിഫിക്കേഷൻസ് തന്നെ മതിയാവും. പിന്നെ നമ്മളുടെ ഇന്റർവ്യൂവിൽ ഓൺലൈൻ ഇന്റർവ്യൂവിൽ നമ്മൾ കാണിക്കുന്ന എക്സ്പെർട്ടൈസും നമ്മളുടെ സ്കിൽസും ബേസ് ചെയ്തിട്ടാണ് അവർ റിക്രൂട്ട് ചെയ്യുക. കുറച്ചുകൂടെ ഇമ്മീഡിയറ്റ് ആയിരിക്കും പോസ്റ്റിങ്ങുകൾ ഒക്കെ. ഡെവലപ്മെന്റ് സെക്ടറിലെ റിക്രൂട്ട്മെന്റ് കുറച്ചുകൂടെ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ഏറ്റവും പെട്ടെന്ന് പ്ലേസ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് ഒന്നും പലപ്പോഴും ചോദിക്കാറില്ല. പ്രധാനമായിട്ടും മെന്റൽ ഹെൽത്ത് ഫീൽഡിലും ക്ലിനിക്കൽ സെറ്റിംഗ്സിലോ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ചോദിക്കാറുള്ളത്. ഇന്റേൺഷിപ്പ് ചെയ്യാൻ ബെസ്റ്റ് എവിടെയാണ്? ഇന്റേൺഷിപ്പ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. അതിനുശേഷം ആ ഫീൽഡിലെ മേജർ ആയിട്ടുള്ള ഏറ്റവും നല്ല ഓർഗനൈസേഷൻസ്, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏത് ഫീൽഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ആദ്യം തീരുമാനിക്കാം. അതിനനുസരിച്ച് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഞാൻ പറയല്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് ഇല്ല, നിങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ പറ്റുമെങ്കിൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷൻസിലൊക്കെ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അവിടെ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ സജസ്റ്റ് ചെയ്യില്ല അതാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് പോസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ചൂസ് ചെയ്തിട്ട് അവിടെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫീൽഡ് ഏതാണോ, ഇപ്പം ഉദാഹരണത്തിന് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മുടെ ഫീൽഡ് എങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവാം, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആവാം. അങ്ങനെയുള്ള ബെസ്റ്റ് ഓർഗനൈസേഷൻസിൽ ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ
വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ടുള്ള ചൈൽഡ് റൈറ്റ്സിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സേവ് ദ ചിൽഡ്രനോ അല്ലെങ്കിൽ SOS ചിൽഡ്രൻസ് വില്ലേജിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മൾ ഈ ലോക്കൽ NGOസും നമ്മളുടെ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഓർഗനൈസേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ നമ്മളുടെ ഫീൽഡുമായിട്ട് സിങ്ക് ആയി പോകുന്ന അലൈൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോ സർ നിങ്ങളായിട്ട് കുറെ അധികം സെറ്റിംഗ്സും അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ സെക്ടേഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, എവിടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് ആയിട്ടുള്ളത്. ആൻഡ് താഴെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ത്രൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. എന്നിട്ട് ഫൈനലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യുക ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിലും മേളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. എനിവേ നിങ്ങൾക്കുള്ള എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരാം കേട്ടോ. സോ ഇതാണ് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് ആയിട്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ബിക്കോസ് എന്താണ് നമ്മുടെ സോഷ്യൽ വർക്കിൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ സെറ്റിംഗ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ ട്രെൻഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നാഫി സർ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ സർ താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.